അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ അടയുടെ റെസിപ്പിയാണ്. ഈ അട നമ്മൾ ചെയ്യുന്നത് റവ കൊണ്ടാണ്. ഇത് റോസ്റ്റഡ് റവയാണ് എങ്കിൽ പോലും നമ്മൾ ഇത് ഒന്നുകൂടെ വറുത്തെടുക്കണം. അതിനായി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടാക്കിയ ശേഷം അതിലേക്ക് 1/2 കിലോ റവയാണ് തട്ടിക്കൊടുത്തിരിക്കുന്നത്. തട്ടിയ വശം തന്നെ നമുക്ക് ചെറു തീയിലിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ റവയൊന്ന് ചുമന്ന് വരണം, അതുവരെ നമുക്ക് ഈ റവയൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേ ഈ റവയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ പവിഴത്തിൻ്റെ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റവ നന്നായിട്ടൊന്ന് ചൂടായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഈ റവയൊന്ന് നനഞ്ഞ് കിട്ടണം. ആ രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ റവയെല്ലാം നല്ല രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റവ അടയാണ്, റവ പഴം അടയാണ്. അപ്പോൾ ഇതിൻ്റെ മേമ്പടിയായിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് പഴമാണ്. അപ്പോൾ റവയും പഴവും നെയ്യും ഒക്കെ ചേർന്ന നല്ല രുചിയുള്ളൊരു അടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമാണ് നമ്മൾ ഈ അട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വിശേഷ ദിവസങ്ങളിലോ വിഷു സ്പെഷ്യലായിട്ടോ ഒക്കെ നമുക്ക് ഈ റവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ റവയെല്ലാം നെയ്യ് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എപ്പോഴും ബേക്കറി പലഹാരം കൊടുക്കാതെയും നമ്മൾ എണ്ണ പലഹാരങ്ങൾ കൊടുക്കാതെയൊക്കെ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അവർ ഇങ്ങനെയൊക്കെയുള്ള പലഹാരത്തിൻ്റെ രുചികൾ അറിഞ്ഞ് വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള പലഹാരങ്ങൾ നമ്മൾ പണ്ട് അമ്മമാർ ചെയ്ത് തരുന്നതിൻ്റെ രീതിയിലൊക്കെ നമുക്ക് ഓരോ മാവുകൾ കൊണ്ടും ഓരോ രീതിയിലും നമുക്ക് പലഹാരങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഈ റവയടയും ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനായി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഒരുവിധം ചുമന്ന നല്ല കളറൊക്കെ ആയി ഇടയ്ക്കിടയ്ക്ക് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇങ്ങോട്ടിട്ട് ചെറുതീയിൽ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഒരുപാടങ്ങ് പിന്നെ ചൂടാക്കേണ്ട കാര്യമില്ല. പിന്നെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുക, അത്ര മാത്രമേ പിന്നെ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് പഴമാണ്. അങ്ങനെ ഒരു 3-4 പഴം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു 2-3 പഴവേ കാണിക്കുന്നുള്ളെങ്കിലും പിന്നെയും ഞാനൊരു 3-4 പഴവും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കാരണം പഴം കൊണ്ടാണ് നമ്മൾ ഈ അട നനച്ചെടുക്കുന്നത്. പഴം കൊണ്ടും ശർക്കര പാനി കൊണ്ടുമാണ് നമ്മൾ ഈ അട നനച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ പഴം വേണം കൂടുതൽ ചേർക്കുക. പഴം ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് ഈ ഇലയിലൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്ന രീതിയിൽ ഇതൊന്ന് അയഞ്ഞു വരികയും ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു രീതിയിലാകുന്നത് വരെ നമുക്കിതിനകത്ത് പഴവും ശർക്കരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കിയാണ് ചേർക്കുന്നത്. പഴമെല്ലാം കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിത് കയ്യിലിട്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർത്തിട്ട് ഇതിനകത്തിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ശർക്കരയാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഏലക്കാപ്പൊടി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര അരിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു അരിപ്പയിലോട്ട്, അപ്പോൾ ഈ പഴത്തിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേന് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. ചൂടോടെ ശർക്കര പാനി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ എല്ലാം ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ 2-3 വേവ് കഴിഞ്ഞാണ് നമ്മളിത് അടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഇരുന്നാലും ഈ അട കേട് വരുത്തില്ല. നമുക്ക് എപ്പോഴും എടുത്ത് കഴിക്കുകയും ചെയ്യാം. തണുത്ത് കഴിഞ്ഞാലാണ്, അതും കൂടെ സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത്, തണുത്ത് കഴിഞ്ഞാലാണ് ഈ അടയ്ക്ക് നല്ല ടേസ്റ്റ്.
അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കാതെ അടയൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ കഴിക്കാൻ. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ അരിമാവിലൊക്കെ ഉണ്ടാക്കുന്ന അടയേക്കാളും നല്ല ടേസ്റ്റാണ് റവയിൽ ഉണ്ടാക്കിയെടുക്കുന്ന അട. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടയ്ക്ക് ആവശ്യമായ ഒരല്പം ഉപ്പ്, മധുരം എല്ലാം ബാലൻസ് ചെയ്യാൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് കയ്യിലൊന്ന് നമുക്ക് ഈ അടയുടെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നത് വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അല്ല അത് ശരിയായി വന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് പഴം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ചെയ്യാം. അങ്ങനെ നന്നായിട്ട് നമുക്കിത് കുഴച്ച് ഒരുവിധം ചൂട് മാറിയതിന് ശേഷം വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അങ്ങനെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ ദാണ്ട ഒരുവിധം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസായാലും നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ ദാണ്ട ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ അടയ്ക്ക് മാവ് ഈ റവ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ അട ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വട്ടയിലയിലാണ്. അപ്പോൾ ഈ വട്ടയില ഇല്ലെങ്കിൽ നമുക്ക് വാഴയിലയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വട്ടയിലയിലാണ് ചെയ്യുന്നത്. നമ്മുടെ അയ്യത്തൊക്കെ ഇഷ്ടംപോലെ വട്ടയില നിൽപ്പുണ്ട്, നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊടിച്ചെടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ വട്ടയില ഓരോന്ന്, അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വട്ടയില ഓരോന്നായിട്ടെടുത്ത് നമുക്കതിലേക്ക് ഒരു ഉരുള ഇങ്ങനെ നമ്മൾ കയ്യിൽ തന്നെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിന് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ അട ഈ ഇലയ്ക്കകത്ത് ആക്കിയെടുക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടത്തിന് അട ആക്കിയെടുക്കാവുന്നതാണ്. അല്ല സാധാ ഇലയുടെ പോലെ മടക്കിയെടുക്കാവുന്നതുമാണ്. അങ്ങനെ പിന്നെ ഞാൻ ആ സ്ക്വയർ ഷേപ്പിലാക്കിയതിന് ശേഷം ഇല അതേ ഷേപ്പിൽ തന്നെ ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ അടയെല്ലാം ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ സ്റ്റീമറിൽ വെച്ച് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ഇതിന് പല രീതിയിലുള്ള വേവുകൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് നേരം നമ്മൾ അടുപ്പിലിട്ട് പുഴുങ്ങിയെടുക്കേണ്ട കാര്യമില്ല. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി, അട റെഡിയായി കിട്ടുന്നതാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന റവ അടയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടനുണ്ട്, അതും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ഇലയട ഇവിടെ തയ്യാറാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ച് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അടയെല്ലാം പറക്കി വെച്ച് കൊടുക്കാം. പറക്കി വെച്ച് കൊടുത്ത് അത് നമ്മൾ അടച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് ഒരു 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഇലയുടെ കളറൊന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്കിത് ഈ അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ റവ കൊണ്ടുള്ള അടയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഈ വിഷുവിന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ അട ചെയ്തപ്പോൾ എനിക്കിവിടെ എൻ്റെ കൊച്ചുമക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ കൊടുത്ത്, അപ്പോൾ എൻ്റെ കൊച്ചുമോനാണ് അത് കഴിച്ചിട്ട് അവൻ അതിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവൻ കഴിച്ചിട്ടിപ്പോൾ പറയും സൂപ്പറായിട്ടുണ്ടെന്നാണ് എൻ്റെ കുഞ്ഞ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണാൻ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.